ക്ലോസ് ഫൈറ്റ് ഒരിക്കലും റോബറി അല്ല. ജഡ്ജസിന്റെ മുമ്പിൽ നോക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടറാണ്. കഴിഞ്ഞ കൊല്ലം ഇത് സെയിം ഫൈറ്റ് ഉണ്ടായിരുന്ന അതൊരു ബ്രോളിലാണ് എൻഡ് ചെയ്തത്. ഈ ഫൈറ്റിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. മഷ്റൂമിലാണ് ഇപ്പൊ ട്രെയിനൊക്കെ ചെയ്യണത്. ഇത്ര നാള് നെറ്റ്ഫ്ലിക്സ് എടുക്കാത്ത ആൾക്കാർ വരെ ഈ ഫൈറ്റ് കാണാൻ വേണ്ടി എടുക്കും. ഫ്രാൻസിസും കാമിനും ഈ കൊല്ലം കുറെ ബാഡ് സംഭവങ്ങൾ ഉണ്ടായി. പക്ഷെ അതിന് വലിയ ബാഡ് സംഭവം വരാൻ പോണെന്ന് അത് ഭയങ്കര ഡിസ്റെസ്പെക്ട് ആണ്. ഇപ്പൊ ശരിക്കും മറ്റേ ഡിബേറ്റ് ഒന്നും കൂടി പൊങ്ങി വരും. ട്രൂ ഹെവി വെയിറ്റ് അതാണ്. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയുടെ പുതിയ കഥകളെ കുറിച്ചാണ്. എന്താണ് ഇനി പറയാനുള്ളത്? ലോകത്ത് മൊത്തം നടക്കണെങ്കിൽ അപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. ഗായ്സ്, അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോണ ടോപ്പിക്ക് ഗായ്സ്, ക്ലോസ് ഫൈറ്റ് ഒരിക്കലും റോബറി അല്ല. ഇതൊന്നും മനസ്സിലാക്കി നിങ്ങൾ. ഞാൻ ഒരു യൂണിവേഴ്സൽ ഫാക്ട് നിങ്ങളെ കാണിക്കാം. ഇത് ഓക്കെ കാണുന്നുണ്ടാ? ഇല്ല, മെസ്സിന്ന് മാത്രം കാണാം. മെസ്സിയുടെ ഇപ്പുറത്ത് കാണാൻ പറ്റുള്ള ഡോ ഗ്രേറ്റർ ദാൻ മെസ്സി. അതല്ല, പൊക്കത്ത് ക്ലോസ് ഫൈറ്റ്സ് ആർ നോട്ട് റോബറി. ഇത് ഇതൊരു യൂണിവേഴ്സൽ ഫാക്ട് ആണ്. എന്തുകൊണ്ടാലും അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരിക്കലും ക്ലോസ് ഫൈറ്റ്സ് റോബറി അല്ല. നിങ്ങൾക്ക് കിച്ചു, നമ്മ ഈ അടുത്തപ്പ കേട്ട ഏറ്റവും വലിയ റോബറി എന്ന് പറഞ്ഞ ക്ലെയിം ഏതാണ്? എനിക്ക് റോബറി ആയിട്ട് മറ്റേ റോബറി അല്ല, അത് നമ്മുടെ അങ്കദ് ബിഷ്ടിന്റെ ഫൈറ്റ്. അത് ശരിക്കും അതിനെ കുറിച്ച് പറയണെങ്കിൽ എനിക്കൊരു പലർക്കും എനിക്കൊന്നും എല്ലാരും ബയാസ്ഡ് ആയിരുന്നു. അതാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ക്ലോസ് ഫൈറ്റ് ആയിരുന്നു. കുറച്ച് ലീനിങ് ടുവേർഡ്സ്. നിങ്ങളുടെ ഫേവറേറ്റ് ഫൈറ്റർ ഒരു ക്ലോസ് ഫൈറ്റ് തോറ്റു കഴിഞ്ഞാൽ അതൊരിക്കലും റോബറി അല്ല. നിങ്ങൾ ആ ഫൈറ്റ് തന്നെ എടുത്തു നോക്കുക. അംഗത്തിന്റെ അതിനകത്ത് ഫസ്റ്റത്തെ റൗണ്ട് അംഗത്ത് ഡോമിനേറ്റിംഗ് ആയിരുന്നു. ലൈക്ക് ഫ്രണ്ടോട്ട് പ്രസ് ചെയ്യാനുണ്ടായി. പക്ഷെ ഈ പ്രസ് ചെയ്തതിനു ശേഷം പുള്ളി ഒന്ന് നോക്ക് ഡൗൺ ആയില്ലേ? നോക്ക് ഡൗൺ ആയതിനു ശേഷമില്ലേ പുള്ളി പ്രസ് ചെയ്യാൻ പേടിക്കണുണ്ടായി ആദ്യം ഇനീഷ്യലി. അത് മാത്രമല്ല, ജഡ്ജസിന്റെ മുമ്പിൽ നോക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടറാണ്. ഡാമേജിന്റെയും മേലെ നിൽക്കുന്ന ഒരു ഫാക്ടറാണ് നോക്ക് ഡൗൺ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് വന്നാലും നോക്ക് ഡൗൺ ആയ ആൾക്ക് എപ്പോഴും റൗണ്ട് ഫേവറബിൾ ആയിക്കോളൂ. പിന്നെ അത് മാത്രമല്ല, അൻകിത്ത് ടേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്രൗണ്ട് ആൻഡ് ബൗണ്ടും ചെയ്തില്ല. ഈ സബ്മിഷൻ അറ്റംപ്റ്റ് നടത്തൂലേ, സബ്മിഷൻ അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് പോയിന്റ് ഒന്നും അല്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങൾ ഒമാലി പീറ്റർ ഞാൻ ഫൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. ഒമാലിനെ 7 മിനിറ്റോളം കൺട്രോൾ ടൈം ഉണ്ടായി ഞാൻ. പക്ഷെ ഞാൻ സബ്മിറ്റ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അതേപോലെ തന്നെ ടേക്ക് ഡൗൺ ചെയ്തിട്ട് സബ്മിഷൻ നടക്കണം അല്ലെങ്കിൽ നടത്തിയിരിക്കണം. ഇതൊന്നും ചെയ്യാണ്ട് വെറുതെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആ റൗണ്ട് തന്നെ കിട്ടൂല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു തേർഡ് റൗണ്ടിൽ, എനിക്ക് തോന്നുന്നു 2 റൗണ്ടിലും സബ്മിഷൻ അറ്റംപ്റ്റ് നടത്തിയായിരുന്നു. ഒരു ഹീൽ ഹുക്ക് നടത്തിയായിരുന്നു, ഹീൽ ഹുക്കിനുള്ള. പക്ഷെ അത് അത്ര ഇന്നായിരുന്നില്ല, ഡേഞ്ചറിലായിരുന്നില്ല ഒരിക്കലും. പിന്നെ സെക്കൻഡ് റൗണ്ട് പക്ക കൊറിയന്റെ റൗണ്ടായിരുന്നു, ചോയുടെ റൗണ്ടായിരുന്നു. തേർഡ് റൗണ്ടാണ് ഈ പറഞ്ഞ ക്ലോസ് ഫൈറ്റ് എന്ന് പറയപ്പെട്ട റൗണ്ട്. തേർഡ് റൗണ്ടിൽ നോക്ക് ഡൗൺ ആയില്ലേ? അതാണ്. അപ്പൊ തന്നെ പോയി. അപ്പൊ തന്നെ 2 മിനിറ്റ് മൊമെന്റ് കൊടുത്ത് വന്നിട്ട് പിന്നെ തേർഡ് റൗണ്ട് തുടക്കത്തില് മൊമെന്റ് കൊടുത്ത് വന്ന് പിന്നെ നോക്ക് ഡൗൺ ആയി. നോക്ക് ഡൗൺ ആയ പുള്ളി ഇങ്ങനെ റൈറ്റ് ഹാൻഡ് എറിയുന്നുണ്ട്, ടെലിഗ്രാഫ് ചെയ്ത് റൈറ്റ് ഹാൻഡ് എറിയുന്നുണ്ട്. പക്ഷെ അത് കൊണ്ടിട്ടും ജഡ്ജസിന്റെ മുമ്പിൽ നോക്ക് ഡൗൺ തന്നെ വാല്യൂ ഉള്ള. അത് മാത്രമല്ല, എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു ക്ലോസ് ഫൈറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് പെർഫെക്റ്റ് റോബറിയുടെ എക്സാമ്പിൾ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങില്ല, ജസ്റ്റ് GSP vs ഹെൻഡ്രിക് എന്നുള്ള എക്സാമ്പിൾ യൂട്യൂബിൽ അടിച്ചു നോക്കോ. ഇപ്പൊ ഈ വീഡിയോ അടിച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഫേസ് ഇവൻ കാണിച്ചു തരും. GSPയുടെ ഫേസും ഹെൻഡ്രിക്സിന്റെ ഫേസും ഫൈറ്റ് കഴിയുമ്പോ നിങ്ങൾ കമ്പാരിസൺ കണ്ടാൽ ഞെട്ടിപ്പോവും. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും കണ്ടു കഴിഞ്ഞാൽ. ആ ഫൈറ്റ് കണ്ടാലും ഞെട്ടിപ്പോവും. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഡാന പറഞ്ഞൊരു കാര്യമുണ്ട്. GSP I know he's the biggest pay-per-view money star for me, but I don't think he won this fight എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ഡാന ബിഗ്ഗസ്റ്റ് പേപ്പർ വ്യൂ സ്റ്റാർ ആയ GSP തോറ്റത് ഡാന തന്നെ പറയും. അതൊരു റോബറി ആയിട്ട് കൂട്ടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോക്സിംഗിൽ ഒരു ഏറ്റവും വലിയ ക്ലിയർ കട്ട് എക്സാമ്പിൾ ആണെങ്കിൽ മേവെദറിന്റെ ഒളിമ്പിക്സ് ഫൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. മേവെദർ ഒളിമ്പിക്സ് റോബറി അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ ഫൈറ്റ് കണ്ട് ഒരു രീതിയിലും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. മേവെദർ എല്ലാം ഔട്ട്ലാൻഡ് ചെയ്യണം, ഔട്ട് പഞ്ച് ചെയ്യണം, എല്ലാം ചെയ്യണം. എന്നിട്ട് മേവെദർ തോറ്റി. അതാണ് റോബറി. അല്ലാണ്ട് ഒരിക്കലും ക്ലോസ് ഫൈറ്റ് റോബറി അല്ല. ഗായ്സ്, പ്ലീസ് എഡ്യൂക്കേറ്റ് യുവർസെൽഫ്. അതെ അതെ. ഇനിയിപ്പോ നമുക്ക് മെയ്വെദറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മെയ്വെദറിന്റെ ജോൺ ഗോട്ടി ഫൈറ്റ് ഞാനിപ്പോ ഇന്ന് രാവിലെയാണ് കണ്ടത്. മറ്റേ സെയിം ടൈം UFC ഫൈറ്റിന്റെ സെയിം ടൈം ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. വലിയ പ്രൊമോഷൻ ഉണ്ടായില്ല. ഇന്നാണ് ഫുള്ള് റീവാച്ച് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ കൊല്ലം ഇത് സെയിം ഫൈറ്റ് ഉണ്ടായിരുന്നത് അതൊരു ബ്രോളിലാണ് എൻഡ് ചെയ്തത്.
Same opponent ആൾക്കാർ ആയിരുന്നു. റിങ്ങിലൊക്കെ കേറി പ്രശ്നമായി. ആ, ഈ ഫൈറ്റിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഈ ഫൈറ്റിലെ കോൺട്രവേഴ്സി റെഫറിനെ മാറ്റി റെഫറീനെ മിഡ് ഫൈറ്റിൽ മാറ്റണ്. അതൊക്കെ എന്താ, കുറച്ച് കമന്റ്സിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. പ്രോ ബൗട്ട് ആയിരുന്ന ഇത് പ്രോ ഇല്ല അല്ലല്ല, എക്സിബിഷൻ ആയിരുന്നു. എക്സിബിഷൻ തന്നെ. അപ്പൊ എക്സിബിഷനിൽ ഇങ്ങനത്തെ കാണിക്കാം, പുഷപ്പ് അടിക്കാം, എന്തൊക്കെ ചെയ്ത് നമുക്ക് കാണാതിരിക്കാണ്. എക്സിബിഷനിലെ ഇടയിൽ ഇന്നാളെ ഒരുത്തൻ ട്വീറ്റ് ചെയ്ത് ഫൈറ്റിനിടയ്ക്ക് മിസ് ഫീറ്റില് കേസൈഡാ. ഇത് ഞാൻ പിന്നെ ഞങ്ങൾ പറയാൻ പറ്റുവാണ്, മൈക്ക് ടൈസൺ ജേക്ക് പോൾ ഫൈറ്റ് കമ്മിങ് ആണ് ട്ടോ. അത് സംസാരിക്കണ്ട ഇതിനെ പറ്റി. മൈക്ക് ടൈസൺ ജേക്ക് പോള് ഞാൻ ചെയ്യാറ് പക്ഷെ ഇമ്പോൾസീവ് പോഡ്കാസ്റ്റിൽ കണ്ടായിരുന്നു. മൈക്ക് ടൈസൺ വന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച. പുള്ളി മഷ്റൂമിലാണ് ഇപ്പൊ ട്രെയിനൊക്കെ ചെയ്യണത്. പുള്ളി ഇപ്പൊ സൈക്കഡലിക് ലോകത്തോട്ട് കുറച്ചാളും തന്നെ കടന്ന. പക്ഷെ ഇപ്പൊ പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര വിസ്ഡമിക്കായ കാര്യങ്ങളാണ്. പണ്ടത്തെ മോൺസ്റ്റർ എന്നല്ല പുള്ളി പറഞ്ഞ. പണ്ടത്തെ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തന്നെ പേടിയാണ്. കാരണം അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്റെ കയ്യില് പുള്ളിയുടെ ഉള്ളിലെ ആൾട്രീക്ക് ഉണ്ട്. പിന്നെ പ്രൈം വൈൽഡ് ആയിട്ട് കളി അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്ന വരുമ്പോ കയ്യില് ഹാൻഡ് കൗസ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ സ്വയം ഒതുക്കണത് ഫാമിലിയിലൊക്കെ പറ്റി ആലോചിച്ച് ബാച്ച്ലർ വിട്ട് അത്. പക്ഷെ ഈ ഫൈറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത് രണ്ട് നറേറ്റീവ് ഉണ്ട്. ഒന്ന്, ഞാൻ ഈ മൈക്ക് ടൈസന്റെ പാഡ് വർക്ക് എന്ന് ഒന്നാമത്തെ കാര്യം, മൈക്ക് ടൈസൺ വിൽ ബി ഓൺ ദ ബെസ്റ്റ് സപ്ലിമെന്റ് അവൈലബിൾ. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റെറോയിഡ് സൂപ്പർ സോൾജർ പ്രോഗ്രാമിലായിരിക്കും മൈക്ക് ടൈസൺ. ഇപ്പൊ മെക്സിക്കോയിലെ എല്ലാ സപ്ലിമെന്റും അടിച്ച് കയറ്റി അവരെ 22 വയസ്സാണ് പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും 22 വയസ്സുള്ള ഒരാളെ പ്രവർത്തിക്കുന്ന ഹോർമോണൊക്കെ കുത്തി ഇറക്കാൻ പറ്റും. അതെല്ലാം സെറ്റ് ചെയ്താൽ വരാൻ പോണ. അപ്പൊ തന്നെ പാഡ് വർക്ക് കണ്ടിട്ട് മൈക്ക് ടൈസന് ചാൻസ് ഉണ്ടെന്ന പാഡ് വർക്ക് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നു, പവർ ഉണ്ടോ പാഡ് പിടിക്കണ ആള് തെറിച്ചൊക്കെ പോണ്ടായിരുന്നു. നീ പറ, ആ ഒരു പഞ്ച് ജയിക്കിന്റെ ചിന്നിൽ ലാൻഡ് ഫ്ലഷ് ചെയ്താൽ നോക്ക്ഡൌൺ ആവോ സംഭവം? പക്ഷെ ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണില്ല ഈ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ. മൈക്ക് ഇപ്പൊ നമ്മളെ എല്ലാ സൈഡിൽ ചിന്തിക്കുമ്പോ മൈക്ക് ഹെർട്ട് ആവണതെന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു സിനാരിയോ ചിന്തിക്കാൻ താല്പര്യമില്ല ഞാൻ. പക്ഷെ ഒരിക്കലും ഒരു ഫസ്റ്റത്തെ 30 സെക്കൻഡത്തെ മൈക്ക് ടൈസൺ എന്നും ഡേഞ്ചർ ആണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഫൈറ്റിനകത്ത് ഫസ്റ്റത്തെ മിനിറ്റിലെ മൈക്ക് ടൈസന്റെ എന്തോരം പഞ്ചാണ് ത്രോ ചെയ്യണേ നിങ്ങൾ നോക്കിക്കോട്ടാ. ഒരെണ്ണമെങ്കിലും ലാൻഡ് ഫ്ലഷ് ആവും. ജയിക്ക് തോക്കൊന്നല്ല ഞാൻ പറയണ. പക്ഷെ ഇത് നമ്മൾ വിചാരിക്കണ പോലെ ബെൻ ആസ്ക്രിൻ ജയിക്ക് പോൾ പോലെ അല്ല. അങ്ങ് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഈ ഫൈറ്റിനെ. എന്ന് പറഞ്ഞ ടോമി ഫ്യൂരി എന്റെ ജെയ്ക്ക് പോൾ ഹേറ്റർ ആണ്. എന്ന് വെച്ചാൽ എപ്പോഴും പണ്ട് തൊട്ടേ ജെയ്ക്ക് പോളിനെ ഹേറ്റ് ചെയ്ത് KSI ജെയ്ക്ക് പോളിനെ KSI തോപ്പിക്കോന്നുള്ള ഫാക്ട് അറിയാവുന്നതുകൊണ്ട് അതിന്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട് ഉള്ളില്. കാരണം അയാൾ അവസാനം അക്സെപ്റ്റ് ചെയ്ത് ജെയ്ക്ക് പോളാണ് ബെറ്റർ ബോക്സർ. അപ്പൊ അതിന്റെ വിഷമവും കൂടി ഉണ്ട്. അയാൾ അറിയാണ്ട് സബ് കോൺഷ്യസിനോട് ഇത് പറയുമ്പോ ആ ഒരു വിഷമത്തിലും കൂടിയാണ് അയാൾ പറയണത്. ഇത് ഫൈറ്റ് ശോകമല്ല, ഒത്തിരി ഇതുണ്ട്. പക്ഷെ ഇതില് മൈക്ക് ടൈസന് ഫസ്റ്റത്തെ മിനിറ്റ് എങ്കിലും മൈക്ക് ടൈസൺ ഡേഞ്ചർ ആണ്. അത് ഞാൻ അംഗീകരിച്ചേ പറ്റുള്ളൂ ആരായാലും. മൈക്ക് ടൈസൺ ഡേഞ്ചർ ഒക്കെ തന്നെയാണ്. പക്ഷെ മൈക്ക് ടൈസൺ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്യാൻസൽ ചെയ്തത് എന്താന്ന് പറഞ്ഞായിരുന്ന അൾസർ ആയിരുന്നു. അൾസറാ? അൾസർ അത് ആരുന്നായിരുന്നു? അൾസർ കാരണമാണ് ക്യാൻസൽ ചെയ്തത്. ഇപ്രാവശ്യം ഇനിയിപ്പോ പുതിയ ഡേറ്റ് നവംബറിലല്ലേ? ഡേറ്റ് എപ്പോഴാണോ? നവംബറിലാ പറ്റും. കറക്റ്റ് എക്സാക്ട് എഴുതി വരും ഇതിനകത്ത്. ഓർമ്മയില്ല. നവംബറില് പക്ഷെ ഈ ഫൈറ്റ് നെറ്റ്ഫ്ലിക്സിലല്ലേ ഈ ഫൈറ്റ്? നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഫൈറ്റ്. അതാണ് ഏറ്റവും വലിയത്. കാരണം നെറ്റ്ഫ്ലിക്സ് ഇത്രയും നാള് നെറ്റ്ഫ്ലിക്സ് എടുക്കാത്ത ആൾക്കാർ വരെ ഈ ഫൈറ്റ് കാണാൻ വേണ്ടി എടുക്കും. ഞാനൊന്നും ഇതുവരെ നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ടില്ല. ഇനിയിപ്പോ ഇതിനു വേണ്ടി ഞാൻ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്യും. എനിക്ക് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എടുക്കേണ്ടതില്ല. പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ എടുത്താണ്. കാരണം ഇതിപ്പോ ഇല്ലേ, ജെയ്ക്ക് പോൾ അമേരിക്കയിൽ ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ്. മൈക്ക് ടൈസൺ വേൾഡിൽ ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് നെറ്റ്ഫ്ലിക്സും കൂടി പ്രൊമോട്ട് ചെയ്യുമ്പോൾ മനസ്സിലായ റൈറ്റ് ടൈം റൈറ്റ് മൊമെന്റ്. ഇതൊരു പ്രൊമോഷൻ. ജെയ്ക്കിന്റെ നെയിം ഭയങ്കര ഗ്രോ ആവണം ഇതോടെ. ജെയ്ക്ക് മാർക്കറ്റ് ശരിയാണ്. ജെയ്ക്ക് ഇപ്പൊ മൈക്കിനെ KO ചെയ്താൽ ഭയങ്കര ഹേറ്റേഴ്സ് വരും. പക്ഷെ ഒരു ഗുണമുണ്ട്. അടുത്ത ജെയ്ക്കിന്റെ ഫൈറ്റിൽ ജെയ്ക്കിനെ തോക്കണം കാണാൻ വേണ്ടി കുറെ പേര് ട്യൂണിങ് ചെയ്യും. ജെയ്ക്ക് ആ ഒരു പൊട്ടൻഷ്യലും കൂടി ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ശരിയാണ്. ഈ മെയ്വെതറൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എപ്പോഴാ തോക്കണേന്ന് കാണാൻ വേണ്ടി സ്വന്തമായിട്ട് ഹീൽ. ഒരാള് ജയിക്കണ കാണാൻ വേണ്ടി ട്യൂൺ ചെയ്യണമെങ്കിൽ കൂടുതൽ ആൾക്കാരാണ് തോക്കാൻ കാണാൻ വേണ്ടി ട്യൂൺ ചെയ്യണം. അതിനകത്ത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മെയ്വെതർ. അയാളുടെ 2 വെർഷൻ ഓഫ് അയാളുടെ കരിയർ ഉണ്ടായി. പ്രെറ്റി ബോയ് മെയ്വെതറും പിന്നെ മണി ഫ്ലോയ്ഡ് മെയ്വെതറും. പ്രെറ്റി ബോയ് മെയ്വെതർ വെറുതെ സ്വാഗ് ആയിരുന്നു. ഒരു ഹീൽ ക്യാരക്ടറും ഇല്ല. വെറുതെ ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ വെറുതെ പക്ക. നിങ്ങൾ
വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫെൻസീവും ഒഫൻസീവും മിക്സ് ചെയ്ത ഒരു സ്റ്റൈലായിരുന്നു. അഗ്രസീവായിരുന്നു. പക്ഷെ അതിനുശേഷം പുള്ളിയുടെ ഹാൻഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ പുള്ളി രണ്ട് കാര്യങ്ങൾ മാറ്റി. പുള്ളിയുടെ ക്യാരക്ടറും മാറ്റി, ഫൈറ്റ് സ്റ്റൈലും മാറ്റി. പിന്നെ പുള്ളി ഡിഫെൻസീവ് ലോങ് സൈഡ് അറിയില്ല. പുള്ളിയുടെ ആ പൊസിഷൻ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് പുള്ളി എല്ലാ പേരും ഡിഫെൻസീവിലൂടെ എടുക്കാൻ നോക്കി. കാരണം ലോഞ്ചിവിറ്റി ആക്കി പുള്ളി മെയിൻ. അതൊരുമാതിരി ഇതുമാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ പുള്ളി ഹീലെന്ന് വെച്ചാൽ എല്ലാരെയും വെറുപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊളിപ്പിച്ചെന്നൊക്കെ പറയൂലേ, അങ്ങനെ പുള്ളി എല്ലാരെയും പൊളിപ്പിച്ച് അവസാനം പുള്ളിയുടെ ഫൈറ്റിലാണ് തോക്കണ കാണാൻ വേണ്ടി എല്ലാരും ട്യൂണിങ് ചെയ്ത് പുള്ളി ജയിച്ച് പൈസയും കൊണ്ടുപോയി. പുള്ളി ജയിച്ച അവസാനം എല്ലാരും തോറ്റി. ഇതാണ് മെയ്വെതർ. നമ്മുടെ മെഗ്രഗറിന് ബോക്സിംഗ് മണിയും കൊടുത്ത്. അയ്യോ, അതോടെ മഗ്രഗറിന്റെ കരിയർ ഡൗൺഫോൾ ആയി. MMA പറ്റിയ ഒരു ചതിയാണ്. അത്ര പ്രൈമില്ലെന്നൊരു ഫൈറ്ററെ കുറച്ച് പൈസ കാരണം ആ ഫൈറ്റർ പിന്നെ ഒരു പഴയ ഫൈറ്റർ അല്ല. മെയ്വെതറിനെ പഴയ മെയ്വെതറായിട്ട് പക്ഷെ കോണറിന് പഴയ കോണറായിട്ട് ആരും കണ്ടിട്ടില്ല. കോണർ ശരിയാണ്, ആ പൈസ കിട്ടി കഴിഞ്ഞിട്ടുള്ള കോണർ. പക്ഷെ ആ എല്ലാരും പറയണ മോട്ടിവേഷൻ, ആ മറ്റേ സിൽക്ക് പജാമാസും സിൽക്ക് ബെഡ്ഷീറ്റിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ കിട്ടൂല എന്നുള്ള പറയണ ആ ഒരു എക്സ്ട്രാ ആ ഒരു ഡ്രൈവ് ഉണ്ടാവൂല അങ്ങനെയൊക്കെ പറയണ. അല്ല, അത് സത്യം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ $100 മില്യൺ 600 കോടിയാണ് ടാക്സും കഴിഞ്ഞ്. ഇവര് 10,000 കോടി കിട്ടിക്കഴിഞ്ഞാൽ മുഖത്തോട്ട് പഞ്ച് ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കൂല. അതുകൊണ്ട് മഗ്രഗറിനെ വലിയ രീതിയിൽ ആൾക്കാർ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പൊ 1,000 കോടിയുടെ ആസ്തിയുണ്ട്. നാളെ രാവിലെ എനിക്ക് ജിമ്മിൽ പോയി സ്പാർ ചെയ്യുന്ന മുഖത്ത് 2 പഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളും വിചാരിക്കും എന്തിനു വേണ്ടിയാണ് ഈ കിടന്ന് ഉണ്ടാക്കണം. പൈസ ഉണ്ട്, ഫേമസും ആണ്. ആ ഡ്രൈവ് ഫയർ ഉള്ളിലൊക്കെ ഇടും. അത് നാച്ചുറൽ ആണ്. അവന്റെ പൈസക്ക് മുമ്പുള്ള ആ ഡ്രൈവ് ഉണ്ടാവൂല. പറഞ്ഞിട്ട് ഒരിക്കലും കുറേ കുറ്റപ്പെടുത്തൂലട്ടാ. അവൻ പിന്നെയും ട്രെയിൻ ചെയ്ത് തിരിച്ച് വന്നല്ല. അതിന് ഞാൻ അംഗീകരിക്കണം ശരിക്കും പറഞ്ഞ. അത്രയും പൈസ ഉണ്ടായിട്ടും ഡസ്റ്റിംബറായിട്ട് കേവായിട്ട് പിന്നെയും തിരിച്ചു വന്നില്ലേ, ആ ഫൈറ്റ് എടുത്തില്ലേ. കാലൊടിഞ്ഞു പോയി എന്നാലും. ശരിയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ എന്തൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഈ ആഴ്ച ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രാൻസിസ് എംഗാനു റെനാൻ ഫെറേറ ഫേസ് ഓഫ്. അത് മറ്റേ റെനാൻ ഫെറേറിനെ കണ്ട എന്തു പൊക്കൂണ് ഫ്രാൻസിസ് എംഗാനുവിന്റെ മുമ്പിൽ. അതിന്റെ ഇടയിൽ എനിക്ക് ഏറ്റവും കോമഡി നോർമൽ സൈസ് ആക്കി എങ്കാനുവിനെ നോർമൽ സൈസ് ഹ്യൂമനെ പോലെ എനിക്ക് ഫീൽ ചെയ്തത് ഇവന്റെ കൂടെ നിന്നപ്പോഴാണ്. എന്തുവാടെ ഫ്രാൻസിസ് എങ്കാനു സാധാരണ ആൾക്കാരെ ഡോർഫിയനാണ്, ഇവൻ എങ്കാനുവിനോട്. അത് ശരിയാട്ടാ. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് എന്താണെന്നറിയോ ഫേസ് ഓഫിൽ? അതിന്റെ നടുക്കൊരാളെ നിപ്പുണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു? കണ്ടായിരുന്നു. എന്ത് സംഭവിച്ചാ ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് നടുക്ക് ഫേസ് ഓഫ് ആണ് ജെയ്ക്ക് പോൾ. ജെയ്ക്ക് പോൾ ഒരു കൊച്ചു വന്നിരിക്കുന്ന അവിടെ. കാരണം ഇവര് എന്തെങ്കിലും ചെയ്ത ജെയ്ക്ക് പോളിന് എന്ത് രീതിയിൽ തടയാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ എനിക്ക് വേറെ മോണുണ്ടാകും. ചിലപ്പോ ഫ്രാൻസിസ് എങ്കാനു കഴിഞ്ഞ ജോഷുവായിട്ടുള്ള ഫ്രസ്ട്രേഷനും മകന്റെ ആ ട്രാജഡിയും എല്ലാം കൂടി ചിലപ്പോ എല്ലാ ദേഷ്യവും കൂടി പന്നിക്കിടും. കാരണം അവനൊരു കാര്യം പറഞ്ഞ് പ്രസ് കോൺഫറൻസിൽ ഫ്രാൻസിസ് എങ്കാനുവിന് ഈ കൊല്ലം കുറെ ബാഡ് സംഭവങ്ങൾ ഉണ്ടായി, പക്ഷെ അതിന് വലിയ ബാഡ് സംഭവം വരാൻ പോണെയാണെന്ന്. അത് ഭയങ്കര ഡിസ്റെസ്പെക്ട് ആണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഇൻസ്റ്റയിലൊക്കെ റീൽ ഇങ്ങനെ പ്ലേ ആയുണ്ടായി. അത് എങ്കാനുവിന്റെ തലയിൽ കയറി എങ്കാനും പണിയുമെന്ന് എനിക്ക് തോന്നണ. അയ്യോ, ജെആറില് വന്നപ്പോഴേക്കും എങ്കാനും പറഞ്ഞു ഇതിനെ കുറിച്ച്, മോന്റെ കാര്യം പറഞ്ഞ്. അപ്പൊ പുള്ളി ഇപ്പോഴും വിഷമത്തിലാണ്. പുള്ളി ഭയങ്കര ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. പുള്ളി പറയും പുള്ളി എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഒറ്റയ്ക്ക് സംസാരിക്കും. പിന്നെ മെന്റൽ തെറാപ്പി, മെന്റൽ ഹോസ്പിറ്റൽ, മെന്റൽ ഹെൽത്ത്, മെന്റൽ അസിസ്റ്റൻസിനൊന്നും വിശ്വസിക്കാത്ത ടൈപ്പ് ആളാണ് പുള്ളി സെൽഫ് ഹീലിംഗ് മൈൻഡാണ്. അപ്പൊ പുള്ളി ഇപ്പോഴും അതിനെ കുറിച്ച് പുള്ളി ഇപ്പോഴും വിട്ടിട്ടില്ല. മോന്റെ കാര്യം എനിക്ക് തോന്നണില്ല, അറിയില്ല പുള്ളിക്ക് വിട്ടാൻ പറ്റുമെന്ന്. അങ്ങനെ അത്രയും വലിയൊരു ഇതല്ലേ പുള്ളി പറയണത്. ഒരു പാരന്റ് ചൈൽഡിനെ ബെറി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവര് മരിക്കണവര് ഹീലാവൂല. ടൈം എല്ലാം കൊണ്ട് ഹീൽ ചെയ്യും. പക്ഷെ പാരന്റ് ചൈൽഡ് സാധനം അത് ഇപ്പൊ നമ്മളെന്നും അമ്മമാര് ഓർക്കൊന്നും അറിയില്ല. അതുപോലെ ഇത്തിരി ഡിഫറെന്റ് ആണ്. അത് ഹീലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. മൈക്ക് ടൈസൺ ഇപ്പോഴും അവന്റെ ചൈൽഡ് പാസ് ചെയ്തതിനെ പറ്റി പറയാറുണ്ട്. ലൈക്ക് പുള്ളിക്ക് ആദ്യം തോന്നിയ തോട്ട് എന്റെ ചൈൽഡ് മരിച്ചപ്പോ തന്നെ നേരെ പോയി ഹോസ്പിറ്റലിൽ ചെല്ലുക, തോക്കെടുക്കുക, വെടി വെക്കുക. അത് പുള്ളിക്ക് ആദ്യം തോന്നിയ തോട്ട്. പക്ഷെ ഫസ്റ്റ് തോട്ടാണ് പുള്ളിയുടെ. പുള്ളി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും പുള്ളി കണ്ടതേ ഇതേപോലെ കുറെ പേരുടെ മക്കൾ മരിച്ചു കിടക്കണ്, അല്ലെങ്കിൽ കുറെ പേരുടെ മക്കൾ മരിക്കാറായി കിടക്കണ്. അത് കണ്ടപ്പോഴാണ് പുള്ളി റിയാലിറ്റിയിലോട്ട് വന്നത്. എന്നിട്ട് നേരെ പുള്ളി പോയി കോക്കടിച്ച് 2 ആഴ്ച ഹൈ ആയിരുന്നു. അങ്ങനെ പുള്ളി അത് ഡീൽ ചെയ്ത്.
അപ്പൊ ഇത്രയും അങ്ങനത്തെ ഒരു കമന്റ് ഒന്നും എനിക്ക് റെനാൻ ഫെരേര ജസ്റ്റ് ആ ഒരു എനിക്ക് തോന്നുന്നു ചിലപ്പോ ട്രാൻസ്ലേഷനിൽ ചിലപ്പോ വന്ന മിസ്റ്റേക്ക് വല്ലതൊക്കെ ആയിരിക്കാം. ഇങ്ങനെ ദിസ് വിൽ ബി എന്താണ് ബിഗ്ഗസ്റ്റ് ഇല്ല ട്രാജഡി. ഇല്ല ഇല്ല, ട്രാൻസ്ലേഷൻ ഒന്നല്ല ഇത്, മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ശേഷം ഒറിജിനൽ ട്രാൻസ്ലേഷൻ പുറത്തിറക്കി. ഒറിജിനലിൽ ഇത് ഏകദേശം ഇത് തന്നെ ഉദ്ദേശിച്ചത്, അതോടെ അത് ഫിക്സ് ആയി. അതെ അതെ അതെ, അവൻ പറഞ്ഞത് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതല്ലേ ഞാനിപ്പോ ആ പോയിന്റ് എടുത്ത് പറഞ്ഞത്. ശരി, അപ്പൊ ഇച്ചിരി എക്സ്ട്രീമായി. പിന്നെ കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയിൽ കുറെ പേര് പറയണ്ടായിരുന്നു, ലൈക്ക് ഒരുത്തിന്റെ കമന്റ് ചെയ്യാൻ കണ്ടായിരുന്നു, സ്റ്റെറോയിഡിന്റെ പാർട്ട് 2 ഇട്ടേല് ഇതിങ്ങനെയല്ല ഗായ്സ്, സ്റ്റെറോയിഡ് യൂസ് ഇങ്ങനെയാണ് ഫൈറ്റേഴ്സ് അബ്യൂസ് ചെയ്യണമെന്ന് JREയിൽ പോഡ്കാസ്റ്റില് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടാണ് ഗായ്സ് ഞങ്ങൾ ഈ പറയുന്നത്. അതാണ് ഞങ്ങൾ ഇവിടുന്ന് ചിന്തിച്ചുണ്ടാക്കുന്ന കാഴ്ചകളല്ല. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഓർക്കോ, എല്ലാ കാര്യവും പറയണത് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടും ഒന്ന് ജസ്റ്റ് ഫാക്ട് ചെക്ക് ചെയ്തിട്ടുമാണ്, അല്ലാണ്ട് വെറുതെ വന്ന് ഞങ്ങൾ ഇവിടുന്ന് വായിൽ തോന്നി ഒന്നും വിളിച്ചു പറയാറില്ല ഗായ്സ്. ഞങ്ങൾ ഇത് ഒറിജിനൽ ഫൈറ്റേഴ്സും കോച്ചേഴ്സും ഈ MMA ഫോറമിൽ MMA ക്ലോസ് സർക്കിളുള്ള ആൾക്കാർ, MMA ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യണ കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാണ്ട് വെറുതെ ഞങ്ങൾ ഇവിടുന്ന് ആലോചിച്ച് ഞാനും കൂടി നമുക്കിത് ഇങ്ങനെ പറയാ, അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല. ആ കറക്റ്റ് കാര്യമോ പറയണം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ അതും കൂടി ഒന്ന് ആലോചിക്കണം. ഓക്കെ, വേറെ നമുക്ക് ഈ ആഴ്ച ഹോട്ട് ടോപ്പിക്സ് ഉണ്ടോ വിച്ചു? വേറെ അല്ല, ഇപ്പൊ ഹെവി വെയിറ്റിന്റെ ഈ PFL ഫേസ് ഓഫിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പൊ ഇപ്പോഴ് ഞാനൊരു കുറച്ച് പോസ്റ്റുകളുടെ അടിയിൽ കണ്ടായിരുന്നു, ഇപ്പൊ ശരിക്കും മറ്റേ ഡിബേറ്റ് ഒന്നും കൂടി പൊങ്ങി വരും, ട്രൂ ഹെവി വെയിറ്റ് ആരാണെന്ന്, ട്രൂ ഹെവി വെയിറ്റ് ഗോട്ട് ആരാന്നുള്ളത്. അപ്പൊ ഇപ്പോഴും ആ ഒരു എനിക്കൊന്ന് ഒരു 4 പേരുകള്, ഇപ്പൊ ജോൺസിന് ആദ്യം പറയാൻ പാടില്ല, നമുക്ക് സ്റ്റീപ്പെ ആദ്യം പറയാം, എങ്കാനു. അല്ല, ഹെവി വെയിറ്റ് കോട്സിന് ജോൺസ് ഇല്ല കേട്ടോ. അത് ഗോട്ട് അല്ല, ഒരു ഫൈറ്റിൽ കണ്ടിട്ടുള്ളൂ. ജോൺസ് ഹെവി വെയിറ്റ് ഗോട്ട് അല്ല, പക്ഷെ നമ്മള് അതെ അതെ അങ്ങനത്തെ രീതിയിൽ ഇപ്പൊ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി ജോൺസിനെ ഗോട്ടാക്കേണ്ടി വരും, ഹെവി വെയിറ്റ് ഗോട്ടാക്കേണ്ടി വരും. ജോൺസിന് അപ്പോൾ 2 ഫൈറ്റ് അല്ലേ, ഇതിപ്പോ കബീബ് ലൈറ്റ് വെയിറ്റ് പോലെ ടൈറ്റിൽ ഡിഫൻസ് ഒക്കെ പോലെ ഇപ്പൊ 2 ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും സ്റ്റീപ്പയുടെ അത്ര വലിയ അക്കോംപ്ലിഷൻ. ജോൺസ് ആണ് ബെറ്റർ ഫൈറ്റർ എന്ന് നമുക്ക് പറയാം, പക്ഷെ ഹെവി വെയിറ്റിൽ മൊത്തം ഫൈറ്റ് ചെയ്ത് അത്രയും ജയിച്ച ഒരാളെ 2 ഫൈറ്റ് കൊണ്ട് ഗോട്ടാക്കുക അങ്ങനെയൊന്നും പറ്റൂല. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ജോൺസ് ആണ്, പക്ഷെ ഹെവി വെയിറ്റ് ഗോട്ട് അപ്പോഴും സ്റ്റീപ്പ് ആയിരിക്കും ഞാൻ വിശ്വസിക്കണം. കാരണം 3 ഫൈറ്റ് കൊണ്ട് ജോൺസ് എങ്ങനെ ഹെവി വെയിറ്റ് ഗോട്ട് ആവും? ശരിയാണല്ലേ. കുറച്ച് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, പുതിയ ടോമാസ്പിനോള് ആരെയാണ് തോപ്പിച്ചേക്കണം? ഇതേപോലെ ഒരു ചാമ്പ്യനെ തോപ്പിച്ചിട്ടില്ലട്ടാ. കണ്ടിന്യൂ ബ്രോ, ഞാനൊന്ന് പറയണോ? അപ്പൊ ഹെവി വെയിറ്റ് കിങ്സ്, അപ്പൊ ഇപ്പൊ കുറച്ച് ഹെവി വെയിറ്റ് കിങ്സ് ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ടോമാസ്പിനോള്, ഫ്രാൻസിസ് എങ്കാനു, റെനാൻ ഫെരേര, സ്റ്റീപ്പെ, ജോൺസ്. ഇപ്പൊ ആരാണ് അപ്പൊ ട്രൂ ഹെവി വെയിറ്റ് കിങ്? ഇപ്പൊ അത് ഞാൻ പറയട്ടെ, ഇപ്പൊ ലൈക്ക് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ എന്തായാലും ജോൺസിന്റെ ഒരു സിറ്റുവേഷനെ കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജോൺസ് സ്റ്റീപ്പെ ഫൈറ്റ് ബുക്ക് ചെയ്തത് ടോമാസ്പിനാള് സെർഗേനെ നോക്കൌട്ട് ചെയ്ത് റെലവന്റ് ആവണതിന് മുമ്പാണ്. അല്ലെങ്കിൽ ടോമാസ്പിനോള് പിക്ചറിൽ നിൽക്കുമ്പോഴോ ടോമാസ്പിനോള് ഇന്റർവ്യൂ ചാമ്പ്യൻ ആയിരിക്കുന്ന സമയത്തോ അല്ല ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അതിനുശേഷം ഈ ഫൈറ്റ് പുൾ ഔട്ടായി, സ്റ്റീപ്പെ പുൾ ഔട്ട് ഇഞ്ചുറി ആയിട്ട്, ജോൺസിന്റെ ഹാൻഡ് ഇഞ്ചുറി കാരണം പുൾ ഔട്ടായി പിന്നെയും നീട്ടി വെച്ചത് കൊണ്ടാണ് ഇപ്പൊ ടോമാസ്പിനോള് കയറി വന്നത്. പക്ഷെ ഇപ്പോഴും ടോമാസ്പിനാള് തോപ്പിച്ചേക്കുന്ന ബെസ്റ്റ് ആളില്ലേ, കെർട്ടിസ് ബ്ലേഡ് ആണ്. ജോൺസ് ആണ് ഫൈറ്റർ. നിങ്ങൾ ഒരിക്കലും കെർട്ടിസ് ബ്ലേഡിനെ തോപ്പിച്ചത് കൊണ്ട് ജോൺസ് ആയിട്ട് കമ്പയർ ചെയ്യല്ലേ. ജോൺസ് ആരാന്ന് നിങ്ങൾക്ക് അറിയും. ദിഗംബരാണ് MMA ദിഗംബരൻ, ഇംഗ്ലീഷിലെ ഹോംലാൻഡർ. ഇതാണ് ജോൺസ്. ക്യാരക്ടർ പീസ് ഓഫ് ഒതന്റിക് ഷിറ്റ് ആണ്. പക്ഷെ ഫൈറ്റർ എന്ന രീതിയിൽ ചെയ്യുമ്പില്ലേ ട്രൂ വില്ലൻ ഓഫ് MMA. അത് മാത്രമല്ല, ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഗോട്ടായ ഒരാള് നല്ല ക്യാരക്ടറായി നമ്മുടെ മലയാള സിനിമയിലെ മലയാള നടന്മാരൊക്കെ അഭിനയിക്കണ പോലെ, റിയൽ ലൈഫിലല്ല അവർ അഭിനയിക്കണ നല്ലവരാന്ന് വിചാരിച്ചാ, റിയൽ ലൈഫിൽ നമ്മുടെ മലയാള സിനിമയിലെ അമ്മമാര് ചെയ്യണ പോലെ തന്നെ ജോൺസ് റിയൽ ലൈഫിൽ ശോകമാണ്. പക്ഷെ നമ്മുടെ മലയാള സിനിമ ആൾക്കാരുടെ വർക്ക് നോക്കിയല്ലേ അവരെ ഇഷ്ടപ്പെടുന്ന. ഇവിടെ ജോൺസിന്റെ ഒക്ടഗോൺ വർക്ക് നോക്കി കഴിഞ്ഞാൽ ജോൺസിനെ ശരിക്കും അവന്റെ ക്യാരക്ടറും. അത് മാത്രമല്ല, MMA ഫൈറ്റേഴ്സിനെ ഒരിക്കലും നിങ്ങൾ റെഗുലർ ആൾക്കാരായിട്ട് സ്വഭാവത്തിൽ കമ്പയർ ചെയ്യല്ലേ. എല്ലാ ദിവസവും തലക്കെട്ട് ഇടികിട്ടി 1000 കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ 2 ഷഡ്ഡിപ്പുറത്ത് പോയി തല്ലുപിടിക്കുന്ന ഒരാൾക്കാർ നോർമൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരല്ല. അവർ നോർമൽ ആൾക്കാരല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. അവരെ സാധാരണ ആവറേജ് ജോസ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഷഡ്ഡിപ്പുറത്ത് 1000 കോടിക്കണക്കിന് ആൾക്കാർ കൂടെ പോയി തല്ലുപിടിക്കുന്ന 2 ആൾക്കാർ നോർമൽ അല്ല. അത് മനസ്സിലാക്ക് നിങ്ങൾ. ജോൺസ് മാത്രല്ല, CT എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് അറിയാല്ല.
10-20 വയസ്സ് തുടങ്ങി തലക്കിട്ട് ആയിരക്കണ ഫൈറ്റ് ക്യാമ്പിൽ എന്തോ ഒരു ഇവരുടെ തലക്കിട്ട് ഇട്ടിട്ടുണ്ടെന്ന് അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കി. കിട്ടാത്തൊരു സ്ഥലം ഉണ്ടാവൂല. ഇവരുടെ ബ്രെയിൻ സൈറ്റ് സ്കാൻ എടുത്ത നോർമൽ അല്ല. ആ ടീറ്റോക്ക് എന്ത് വിഡിത്തറ വിളിച്ചു പറയണേ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ ചിരിച്ച് ചാവും. അങ്ങനെ ആയിപ്പോയി. അപ്പൊ അവർ ഞാൻ ന്യായീകരിക്കണല്ല, ജോൺസ് പീസ് ഓഫ് ഷിറ്റ് ആണ്, ഭയങ്കര ഇതാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ഫൈറ്റേഴ്സ് ഒരിക്കലും നോർമലായിട്ട് കമ്പയർ ചെയ്യരുത്. ഈ പെയിൻ എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ നോർമലായിട്ട് ഐ ഗെറ്റ് പഞ്ച് ഇൻ ദ ഫേസ് ഫോർ എ ലിവിങ് അങ്ങനെ പറഞ്ഞ ആൾക്കാരെ നോർമൽ ആൾക്കാരായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. വയലൻസ് എന്നവരുടെ നേച്ചറാണ്. അല്ല അപ്പൊ ട്രൂ ഹെവി വെയിറ്റ് കിങ് ട്രൂ ഹെവി വെയിറ്റ് കിങ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഫൈറ്റ് കഴിയട്ടെ, സ്റ്റീപ്പായിട്ടുള്ള ഫൈറ്റ് ചെയ്യണ ജോൺസ് ആസ്പിനോടെ വരട്ടെ. പിന്നെ എങ്കാനോന്റെ ഇപ്പൊ പൊട്ടിമുളക്കണ ചിലപ്പോ എങ്കാനോട് ഒരു കെയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ പൊട്ടിമുളക്കും. കാരണം ഇപ്പൊ എല്ലാ വേൾഡ് കോമ്പാറ്റ് സ്പോർട്സ് കീഴടക്കിക്കൊണ്ട് നമ്മുടെ ഷെയ്ക്കില്ലേ, അയാളുടെ പേരൊന്ന് ഡിസ്പ്ലേ ചെയ്തേക്കട്ടാ. ആ ദുബായിലെ ഷെയ്ക്ക് എല്ലാ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളപ്പൊ ഡാനിനെ കഴിഞ്ഞ ദിവസം വിളിച്ചോണ്ട് പോയി. ഡാനിങ്ങനെ സ്റ്റണ്ടായിട്ടൊക്കെ ഇപ്പൊ ഉണ്ടായി, കയ്യിൽ പോയി മുത്തൊക്കെ വെച്ച് കൊടുത്ത്. അപ്പൊ അയാൾക്ക് ആഗ്രഹമുണ്ട് ജോൺസ് എങ്കാനും ഫൈറ്റ് വരണമെന്ന്. അപ്പൊ അയാൾ ഇടപെട്ടാൽ മാത്രം ജോൺസ് എങ്കാനും ഒക്കെ ഭാവിയിൽ വരും, പ്രൊവൈഡഡ് ടോമാസ് പിനാലിന്റെ സ്റ്റോറിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ. അപ്പൊ നമുക്ക് ഒരു കൊല്ലം കൂടി കാത്തിരിക്കാം. നമ്മ ആവോളം കാത്തിരി ഇനി വേവോളം കാക്കാം. കറക്റ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോ മാറിയായിരിക്കും. എന്തായാലും ഒരു കൊല്ലം വരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും കറക്റ്റ് ഇതാണ് ഉത്തരം. റാപ്പ് ചെയ്യാം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ അടുത്ത ആഴ്ചക്ക് വീണ്ടും വരികയായിരിക്കും. ഇതേ ക്രിറ്റിസിസ് ഉള്ളവരോടൊന്നും കുഴപ്പമില്ല, ക്രിറ്റിസൈസ് ചെയ്തോ. കാരണം നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിച്ചിട്ട് ഇതേപോലെ റെസ്പോൺസ് തരാനും പിന്നെ അല്ലെങ്കിൽ കറക്റ്റ് അർത്ഥമുണ്ടെങ്കിൽ മാറ്റാനും പറ്റുള്ളൂ. അപ്പൊ ക്രിറ്റിസൈസ് ചെയ്തോട്ടാ. പിന്നെ സ്ലാങ് അതിങ്ങനെയാണ് ഗൈസ്. ഞാൻ കൊച്ചിക്കാരനാണ്, ഇവനും ഇതാണ്, ഇങ്ങനെയൊക്കെ സ്ലാങ്. നീ സ്ലാങ് മാറ്റി അച്ചടിച്ച ഭാഷയിൽ എനിക്ക് പറയാൻ എനിക്ക് അറിയില്ല ഗൈസ്. I'm so sorry, please. Yeah. So guys, take care. We'll come back next week with another video. And take care, guys. Love MMA. Let MMA grow.